Hi friends, welcome to Road to Job. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആയുഷ് മൈസൂർ പ്രൊഫസർ ആൻഡ് അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് റിക്രൂട്ട്മെന്റ് 2024 ആണ്. ഇതുപോലുള്ള ലേറ്റസ്റ്റ് ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദി ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഓഫ് ദി നോട്ടിഫിക്കേഷൻ. ആദ്യമായി ആയുഷ് എന്താണെന്ന് അറിയാം. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ആണ്. അഡ്വർടൈസ്മെന്റ് ഫോർ ടീച്ചിങ് പൊസിഷൻസ് ആണ് ഈ നോട്ടിഫിക്കേഷനിൽ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ പേജിൽ തന്നെ ആയുഷിനെ കുറിച്ച് ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് വാസ് എസ്റ്റാബ്ലിഷ് ഇൻ ദ ഇയർ ഓഫ് 1966 ആൻ ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, ഫണ്ടഡ് ബൈ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. ഇതൊരു പ്രിവിലേജ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പോസ്റ്റിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ചാണ്. ഫസ്റ്റ് വൺ പ്രൊഫസർ ഓഡിയോളജി, നമ്പർ ഓഫ് പോസ്റ്റ് 1. പ്രൊഫസർ സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി ആൻഡ് സ്പീച്ച് സയൻസ് ഒരു പോസ്റ്റ് ഉണ്ട്. ഈ രണ്ട് പോസ്റ്റും A1 അപ്ലിക്കേഷൻ ഫോമിലാണ് ഫില്ല് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ പ്രൊഫസർ ENT, അതിലും ഒരു പോസ്റ്റേ ഉള്ളൂ. അങ്ങനെ മൊത്തം ടോട്ടൽ OBC 3 പോസ്റ്റാണ്. ലെവൽ 13 ആണ് സാലറി ആയിട്ട് വരുന്നത്. ഫോർത്ത് വൺ അസോസിയേറ്റ് പ്രൊഫസർ സ്പീച്ച് ലാംഗ്വേജ് 2 പോസ്റ്റ് ഉണ്ട്. നെക്സ്റ്റ് വൺ അസോസിയേറ്റ് പ്രൊഫസർ ഓഡിയോളജി 2 പോസ്റ്റ്. നെക്സ്റ്റ് വൺ അസോസിയേറ്റ് പ്രൊഫസർ ഇലക്ട്രോണിക്സ് ആൻഡ് അക്കോസ്റ്റിക്സ് ഒരു പോസ്റ്റ്. അസോസിയേറ്റ് പ്രൊഫസർ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഒരു പോസ്റ്റ്. അസോസിയേറ്റ് പ്രൊഫസർ ക്ലിനിക്കൽ സൈക്കോളജി ഒരു പോസ്റ്റ്. സ്പീച്ച് സയൻസ് ഒരു പോസ്റ്റ്. ENT ഒരു പോസ്റ്റ്. ലാംഗ്വേജ് പാത്തോളജി അതിലും ഒരു പോസ്റ്റാണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ ജനറൽ 6, OBC 3, SC 2, ST 1. ലെവൽ 12 ഏകദേശം 1,50,000 അടുത്തായിരിക്കും സാലറി. B1 ആയിരിക്കും 4-5, B4 ആയിരിക്കും 6, B3 ആയിരിക്കും 7, B1 അപ്ലിക്കേഷൻ ഫോം ആയിരിക്കും 8 പോസ്റ്റ്, B2 10 പോസ്റ്റ്, B1 11 പോസ്റ്റ്. നെക്സ്റ്റ് വൺ അസിസ്റ്റന്റ് പ്രൊഫസർ ENT, നമ്പർ ഓഫ് പോസ്റ്റ് 1. പ്രൊഫസർ ക്ലിനിക്കൽ സൈക്കോളജി 1. ഇലക്ട്രോണിക്സ് ഒരു പോസ്റ്റാണ് നമ്പർ ഓഫ് വാക്കൻസി ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അസിസ്റ്റന്റ് പ്രൊഫസർ സ്പീച്ച് സയൻസ് 2 പോസ്റ്റ് ഉണ്ട്. അസിസ്റ്റന്റ് പ്രൊഫസർ ലാംഗ്വേജ് പാത്തോളജി ഒരു പോസ്റ്റ് ഉണ്ട്. അസിസ്റ്റന്റ് പ്രൊഫസർ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പാത്തോളജി അതിൽ ഒരു പോസ്റ്റ്. അങ്ങനെ ജനറൽ 2, EWS 1, OBC 2, SC 1, ST 1. ലെവൽ 11 ആണ്. ഏകദേശം 1 lakh above ആണ് സാലറി ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ നോക്കാൻ പോകുന്നത് ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് ഫോർ ഈച്ച് പോസ്റ്റ് ആണ്. ആദ്യമായിട്ട് പ്രൊഫസർ ഓഡിയോളജി, നമ്പർ ഓഫ് പോസ്റ്റ് 1. അപ്പർ ഏജ് ഫോർ ദിസ് പോസ്റ്റ് അപ് ടു 50 years വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. സ്കെയിൽ ഓഫ് പേ 13 ആണ്. MSc വിത്ത് 50% മാർക്ക്, PhD ഇൻ ദ ഡിസിപ്ലിൻ മെൻഷൻഡ് അബവ്, 10 years ടീച്ചിങ് എക്സ്പീരിയൻസ്, സക്സസ്ഫുള്ളി ഗൈഡഡ് ഡോക്ടറൽ സ്റ്റുഡൻസ് ഓർ ഹൈ അക്കാദമിക് റെക്കോർഡ്. ഡിസൈറബിൾ ആയിട്ട് പബ്ലിക്കേഷൻ ഇൻ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ജേണൽ. നെക്സ്റ്റ് വൺ പ്രൊഫസർ സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി സ്പീച്ച് സയൻസ് ഒരു പോസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പർ ഏജ് ലിമിറ്റ് കൊടുത്തിട്ടുള്ളത് 50 ഏജ് ആണ്. സ്കെയിൽ ഓഫ് പേ ലെവൽ 13 ആണ്. നല്ല സാലറിയാണ്. എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ സെയിം ആണ്. 55% PhD, 10 year ടീച്ചിങ് എക്സ്പീരിയൻസ്. ഡിസൈറബിൾ ആയിട്ട് പബ്ലിക്കേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ പ്രൊഫസർ ENT, നമ്പർ ഓഫ് പോസ്റ്റ് 1. അപ്പർ ഏജ് ലിമിറ്റ് 50 years. സ്കെയിൽ ഓഫ് പേ ലെവൽ 13. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ MBBS, MS, ENT, 10 years ടീച്ചിങ് എക്സ്പീരിയൻസ്. ഡോക്ടറൽ സ്റ്റുഡൻസിൻ്റെ ഗൈഡഡ് ആയിരിക്കണം. അസോസിയേറ്റ് പ്രൊഫസർ ഇൻ സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി സ്പീച്ച് സയൻസ് 2 പോസ്റ്റ്, അപ് ടു 45 years. ലെവൽ 12 ആണ്. മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ദ റെലവൻറ്റ് ഡിസിപ്ലിൻ വിത്ത് അറ്റ്ലീസ്റ്റ് 55% മാർക്ക് ആൻഡ് PhD ഡിഗ്രി. മിനിമം 5 year ഓഫ് പോസ്റ്റ് PhD എക്സ്പീരിയൻസ് ഉണ്ടാവണം. വാലിഡ് RCI രജിസ്ട്രേഷൻ ഇൻ ദ റെലവൻറ്റ് ഡിസിപ്ലിൻ ആണ് ചോദിച്ചിട്ടുള്ളത്. എക്സ്പീരിയൻസ് ഓഫ് ഗൈഡ് ഡോക്ടറൽ സ്റ്റുഡൻസ് ആണ് ഡിസൈറബിൾ. അസോസിയേറ്റ് പ്രൊഫസർ ഇൻ ഓഡിയോളജി 2 പോസ്റ്റ്, 45, ലെവൽ 12 ആണ്. സെയിം 55% PhD ഉണ്ടായിരിക്കണം. 5 years ടീച്ചിങ് എക്സ്പീരിയൻസ്. വാലിഡ് RCI രജിസ്ട്രേഷൻ, എക്സ്പീരിയൻസ് ഓഫ് ഗൈഡ് ഡോക്ടറൽ സ്റ്റുഡൻറ്റ്. അസോസിയേറ്റ് പ്രൊഫസർ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് അക്കോസ്റ്റിക്സ് ഒരു പോസ്റ്റ്, 45 years, ലെവൽ 12, ഗുഡ് അക്കാദമിക് റെക്കോർഡ് വിത്ത് എ PhD ഡിഗ്രി ഇൻ ദ കൺസേൺഡ് ഡിസിപ്ലിൻ. ME or MTech ഇലക്ട്രോണിക്സ് ഓർ കമ്മ്യൂണിക്കേഷൻ 55% മാർക്കാണ്. 5 years പോസ്റ്റ് ഡോക്ടറൽ ടീച്ചിങ് എക്സ്പീരിയൻസ്. ഡിസൈറബിൾ ആയിട്ട് പബ്ലിക്കേഷൻസ്. അസോസിയേറ്റ് പ്രൊഫസർ ഇൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഒരു പോസ്റ്റ്, 45 years, ലെവൽ 12, മാസ്റ്റേഴ്സ് ഡിഗ്രി വിത്ത് 55% PhD, മിനിമം 5 years പോസ്റ്റ് ഡോക്ടറൽ ടീച്ചിങ് എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസ് ഓഫ് ഗൈഡ് ഡോക്ടറൽ സ്റ്റുഡൻസ് ആണ് ഡിസൈറബിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ അസോസിയേറ്റ് പ്രൊഫസർ ഇൻ ക്ലിനിക്കൽ സൈക്കോളജി 1, 45 വയസ്സ്, ലെവൽ 12 ആണ്. മാസ്റ്റേഴ്സ് ഡിഗ്രി വിത്ത് 55% ആൻഡ് PhD ഡിഗ്രി ഇൻ കൺസേൺഡ് ഡിസിപ്ലിൻ. 5 year പോസ്റ്റ് ഡോക്ടറൽ ടീച്ചിങ് എക്സ്പീരിയൻസ്. വാലിഡ് RCI. എക്സ്പീരിയൻസ് ഓഫ് ഗൈഡ് ഡോക്ടറൽ സ്റ്റുഡൻസ് ആണ് ഡിസൈറബിൾ. അസോസിയേറ്റ് പ്രൊഫസർ ഇൻ സ്പീച്ച് സയൻസ്, നമ്പർ ഓഫ് പോസ്റ്റ് 3, അപ് ടു 45 years, ലെവൽ 12 ആണ്. മാസ്റ്റേഴ്സ് ഡിഗ്രി 55% മാർക്ക്, PhD, 5 year പോസ്റ്റ് ഡോക്ടറൽ ടീച്ചിങ് എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസ് ഓഫ് ഗൈഡ് ഡോക്ടറൽ ആണ് ഡിസൈറബിൾ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്.
നെക്സ്റ്റ് അസോസിയേറ്റ് പ്രൊഫസർ ഇൻ ENT 1 അപ് ടു 45 ഇയേഴ്സ് അപ്ലൈ ചെയ്യാം. ലെവൽ 12 ആണ്. MS ENT കാൻഡിഡേറ്റ് മസ്റ്റ് വാലിഡ് രജിസ്ട്രേഷൻ വിത്ത് സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ. ആഫ്റ്റർ MS 5 ഇയർ റെഗുലർ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമാണ്. 5 ഇയർ റിസർച്ച് പബ്ലിക്കേഷൻ എക്സ്പീരിയൻസ് ഓഫ് ഗൈഡഡ് ആണ് ഡിസൈറബിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അസോസിയേറ്റ് പ്രൊഫസർ ഇൻ ലാംഗ്വേജ് പാത്തോളജി ഒരു പോസ്റ്റാണ്. അപ് ടു 45 ഇയേഴ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. ലെവൽ 12 ആണ്. മാസ്റ്റേഴ്സ് ഡിഗ്രി 55% മാർക്ക് ആൻഡ് PhD ഡിഗ്രി ഇൻ കൺസേൺഡ് സബ്ജക്റ്റ് ആണ് ക്വാളിഫിക്കേഷൻ. 5 ഇയർ പോസ്റ്റ് ഡോക്ടറൽ ടീച്ചിങ് എക്സ്പീരിയൻസ്, വാലിഡ് RCA രജിസ്ട്രേഷൻ ഇൻ ദ റെലവൻറ്റ് ഫീൽഡ്, എക്സ്പീരിയൻസ് ഓഫ് ഗൈഡ് ഡോക്ടറൽ സ്റ്റുഡൻസ് ഡിസൈറബിൾ ആണ്. അസിസ്റ്റന്റ് പ്രൊഫസർ ENT നമ്പർ ഓഫ് പോസ്റ്റ് 1, ഏജ് ലിമിറ്റ് 40 ഇയേഴ്സ്, സ്കെയിൽ ഓഫ് പേ ലെവൽ 11, MBBS വിത്ത് MS ENT മാസ്റ്റേഴ്സ് ഓർ ഇക്വലന്റ് ഡിഗ്രി. Candidate must have valid registration with state council, 2 years research or teaching experience. Publications ആണ് ഡിസൈറബിൾ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ക്ലിനിക്കൽ സൈക്കോളജി നമ്പർ ഓഫ് പോസ്റ്റ് 1 അപ് ടു 40 ഇയേഴ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. ലെവൽ 11 ആണ്. സാലറി ആയിട്ട് വരുന്നത് MA ഓർ MSc ഇൻ സൈക്കോളജി വിത്ത് 55% മാർക്കാണ്. MPhil ഇൻ ക്ലിനിക്കൽ സൈക്കോളജി 2 years റിസർച്ച് എക്സ്പീരിയൻസ്. പബ്ലിക്കേഷൻസ് ആണ് ഡിസൈറബിൾ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇലക്ട്രോണിക്സ് നമ്പർ ഓഫ് പോസ്റ്റ് 1 അപ് ടു 40 ഇയേഴ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. ലെവൽ 11 ആണ്. ME MTech ഇലക്ട്രോണിക്സ് വിത്ത് മിനിമം 55% മാർക്ക്, 2 year റിസർച്ച് ഓർ ടീച്ചിങ് എക്സ്പീരിയൻസ്. പബ്ലിക്കേഷൻസ് ഡിസൈറബിൾ. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ സ്പീച്ച് സയൻസ് നമ്പർ ഓഫ് പോസ്റ്റ് 2 അപ് ടു 40 ഇയേഴ്സ് അവരെ അപ്ലൈ ചെയ്യാൻ പറ്റും. ലെവൽ 11 ആണ്. സെയിം മാസ്റ്റേഴ്സ് ഡിഗ്രി 55% മാർക്ക്, 2 year റിസർച്ച് എക്സ്പീരിയൻസ്, ടീച്ചിങ് എക്സ്പീരിയൻസ്. പബ്ലിക്കേഷൻസ് ഡിസൈറബിൾ ആണ്. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ലാംഗ്വേജ് പാത്തോളജി നമ്പർ ഓഫ് പോസ്റ്റ് 1 അപ്പർ ഏജ് ലിമിറ്റ് 40 ഇയേഴ്സ്, ലെവൽ 11 ആണ്. നല്ല സാലറിയാണ്. 1 lakh എബോവ് ഉണ്ടായിരിക്കും. മാസ്റ്റേഴ്സ് ഡിഗ്രി 55%, 2 year ടീച്ചിങ് എക്സ്പീരിയൻസ്. പബ്ലിക്കേഷൻസ് ഡിസൈറബിൾ ആണ്. നെക്സ്റ്റ് വൺ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ സ്പീച്ച് ഓർ ലാംഗ്വേജ് പാത്തോളജി നമ്പർ ഓഫ് പോസ്റ്റ് 1 അപ് ടു 40 ഇയേഴ്സ്, ലെവൽ 11 ആണ്. മാസ്റ്റേഴ്സ് ഡിഗ്രി 55% കൺസേൺ ഡിസിപ്ലിൻ ഓർ 2 years എക്സ്പീരിയൻസ് റിസർച്ച്. പബ്ലിക്കേഷൻസ് ഡിസൈറബിൾ ആണ്. നെക്സ്റ്റ് വൺ നമ്മൾ നോക്കാൻ പോകുന്നത് ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ഓഫ്ലൈൻ ആപ്ലിക്കേഷൻ 2/9/2024 ലാസ്റ്റ് ഡേറ്റ് ഓഫ് റെസിപ്റ്റ് 45 days ഫ്രം ദ ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ കണക്കൂട്ടാവുന്നതാണ്. 45 ദിവസത്തെ കാലാവധി ഉണ്ട് അപ്ലൈ ചെയ്യാനായിട്ട്. നെക്സ്റ്റ് വൺ ഷെഡ്യൂൾ ഓഫ് റിട്ടൺ ടെസ്റ്റ് ഓർ ടീച്ചിങ് സ്കിൽ ടെസ്റ്റ് ഇന്റർവ്യൂ വിൽ ബി പബ്ലിഷ്ഡ് ഇൻ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓഫ് ആയിഷ്. ഡേറ്റ് ഓഫ് ഇന്റർവ്യൂ, റിട്ടൺ ടെസ്റ്റ്, ടീച്ചിങ് സ്കിൽ ടെസ്റ്റ് വിൽ ബി കമ്മ്യൂണിക്കേറ്റഡ് ടു എലിജിബിൾ കാൻഡിഡേറ്റ്സ് ഓൺലി. മോഡ് ഓഫ് സെലക്ഷൻ പ്രൊഫസർ 2-stage റിക്രൂട്ട്മെന്റ് പ്രോസസ് ആണ്. ടീച്ചിങ് സ്കിൽ ടെസ്റ്റ് 70%, ഇന്റർവ്യൂ 30%. അസോസിയേറ്റ് പ്രൊഫസർ ആൻഡ് അസിസ്റ്റന്റ് പ്രൊഫസർ 3-stage റിക്രൂട്ട്മെന്റ് ആണ്. റിട്ടൺ ടെസ്റ്റ് 80%, സ്കിൽ ടെസ്റ്റ് 10%, ഇന്റർവ്യൂ 10%. അതായിരിക്കും റിക്രൂട്ട്മെന്റിന്റെ മാനദണ്ഡം. Candidate applying for more than one post should submit separate application form with fee separately. Last date of application 45 days ആണ്. How to apply? Official website കൊടുത്തിട്ടുണ്ട്. അപ്പോൾ separate application form are available for each post. ഓരോ പോസ്റ്റും സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഫോം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ശ്രദ്ധിച്ച് ഡൗൺലോഡ് ചെയ്യുക. ഇൻട്രസ്റ്റഡ് കാൻഡിഡേറ്റ്സ് ഹൂ മീറ്റ് റിക്വയർമെന്റ് മേ സെൻഡ് ദെയർ ആപ്ലിക്കേഷൻ അലോങ് വിത്ത് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് ഓഫ് ദ സർട്ടിഫിക്കറ്റ്. എല്ലാ സർട്ടിഫിക്കറ്റും അറ്റാച്ച് ചെയ്യാൻ മറക്കാതിരിക്കുക. കാരണം സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് ആണ് ഇവർ ചോദിച്ചിട്ടുള്ളത്. അതിനുശേഷം ഈ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, ആപ്ലിക്കേഷൻ അയക്കേണ്ട അഡ്രസ്സും കൊടുത്തിട്ടുണ്ട്. പോസ്റ്റ് വഴിയാണ് അയക്കേണ്ടത്. അതിൻ്റെ എൻവലപ്പിൽ ഈ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഡാഷ് ഏതാണോ പോസ്റ്റ് അതിൻ്റെ പേര് എഴുതിയതിനു ശേഷം മാത്രമേ അയക്കാവൂ. നെക്സ്റ്റ് വൺ അപ്ലിക്കേഷൻ ഫീ ആണ്. OBC EWS കാറ്റഗറി 600, SC ST 250, Women and PWD exempted from payment of application fee. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ സ്വന്തമായി അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ ഈ നമ്പറുമായിട്ട് വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഫ്രീ ആയി സൗജന്യമായി അപ്ലൈ ചെയ്ത് തരുന്നതാണ്. താങ്ക്